സുഹൃത്തുക്കളെ, ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറങ്ങിയ 4/2024 സർക്കുലറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമരങ്ങളിൽ പല കമൻറ്റ് ബോക്സിലും കാണുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരെ വളരെ മോശമായ രീതിയിലാണ് പൊതുജനങ്ങൾ സംസാരിക്കുന്നത്. എല്ലാവരുമല്ല, ചിലർ. അവരോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ നേരത്തെ ലൈസൻസ് എടുത്ത ആളുകളായിരിക്കാം. ചിലപ്പോൾ ആ സമയത്ത് പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ടുള്ള ഒരു 4-5 വർഷമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് കംപ്ലീറ്റ് 2 വീലറും 4 വീലറും വളരെ വൃത്തിയായിട്ട് ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും നോക്കിയിട്ട് തന്നെയാണ് നടത്തുന്നത്. അത് ഇപ്പോൾ ലൈസൻസ് എടുത്ത് മറ്റുള്ളവരായിട്ട് അനുഭവമുള്ളെടുത്ത് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ശേഷം റോഡിൽ ഓടിക്കുന്ന സമയത്ത് കാണിക്കുന്ന തിരക്കുകൾ, അതായത് പെഡസ്ട്രിയൻ ക്രോസിൻ്റെ മേൽ വാഹനം നിർത്തുക, ഇതെല്ലാം ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞു കൊടുത്താലും ലൈസൻസ് കിട്ടിയ ശേഷം ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഡ്രൈവിംഗ് സ്കൂളുകാരാണോ? പിന്നെ ഓരോ ജംഗ്ഷനിലും അനധികൃതമായിട്ട് ഉണ്ടാകുന്ന പാർക്കിങ്ങുകൾ, മറ്റുള്ള ആളുകളുടെ ഫ്ലെക്സ് ബോർഡുകൾ, പരസ്യ ബോർഡുകൾ, ഇത്തരത്തിൽ ഇടുങ്ങിയ റോഡുകൾ, ഇതെല്ലാം കൊണ്ടുണ്ടാവുന്ന, അതുപോലെ ഒരുപാട് നേരം സിഗ്നലിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് പിന്നീട് എടുക്കുന്ന ഓവർ സ്പീഡ്, ഈ വക കാര്യങ്ങളെല്ലാം അതാത് ഇടങ്ങളിൽ ക്യാമറ വെച്ചോ അല്ലെങ്കിൽ പോലീസിനെ നിർത്തിച്ചോ അല്ലെങ്കിൽ ചെക്കിങ് ചെയ്തോ അതിൻ്റെ ഫൈൻ ഈടാക്കിയോ ബോധവൽക്കരണം ചെയ്തോട്ടാണ് മാറ്റേണ്ടത്. അതെല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തെറ്റല്ല. ഡ്രൈവിംഗ് പരിശീലിക്കുന്ന സമയത്ത് ആരും 60-70 കിലോമീറ്റർ സ്പീഡിലല്ല പോകുന്നത്. ഇനി നമ്മൾ ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന ഈ സിഗ്സാഗ്, ഗ്രേഡിയൻറ്റ്, അതുപോലെ പെർപെൻഡിക്കുലർ പാർക്കിംഗ്, ആംഗുലർ പാർക്കിംഗ്, എച്ച് ടൈപ്പ്, ഇതെല്ലാം വളരെ നല്ലൊരു സർക്കുലർ തന്നെയാണ്. ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്ന ഗണേഷ് സാറ് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം വളരെ നല്ല കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് പഠിപ്പിക്കുന്ന സമയത്ത് എവിടെയും വ്യക്തമായിട്ടൊരു പാരൽ പാർക്കിംഗ് ബോക്സോ ഒരു ആംഗിൾ പാർക്കിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. നല്ല പുതിയ റോഡാണെങ്കിൽ അപ്പോൾ തന്നെ BSNLോ അല്ലെങ്കിൽ KSEB അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ കുത്തിപ്പൊളിച്ച് റോഡ് വൃത്തിയാക്കിയിട്ടുണ്ടാവും, അടിപൊളിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ തൊട്ടടുത്ത് ഒരു ലെഫ്റ്റ് സൈഡിലുള്ള വൈറ്റ് ലൈൻ പോലും നമുക്ക് ഉണ്ടാവില്ല, ഒന്ന് പഠിപ്പിക്കാൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഗ്രൗണ്ടിൽ തന്നെ ഇത് സെറ്റ് ചെയ്തത് വളരെ നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ പറയുമ്പോൾ ചിലപ്പോൾ ചില ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കാം. പക്ഷേ ഇത് ഒറ്റ അടിക്കൊരു പാമ്പും കോണി പോലെ ചെയ്യാതെ 2-3 പാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് എച്ചും ആംഗുലർ പാർക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ പാർട്ട് 1-ൽ A പാസ്സായി, അതിനുശേഷം സിഗ്സാഗും ഗ്രേഡിയൻറ്റും പാരൽ പാർക്കിംഗ് എടുക്കുക, അപ്പോൾ പാർട്ട് 1-ൽ B പാസ്സായി. അപ്പോൾ ബിയിൽ എന്തെങ്കിലും ഫെയിലായി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ആ വ്യക്തിക്ക് B മാത്രം എടുത്താൽ മതി. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾക്ക് ജനങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവും, അതുപോലെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പൂർണ്ണമായ സപ്പോർട്ടും ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഭാഗത്ത് തന്നെ ഇത്രയും പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതിലെ അളവുകളിലെല്ലാം കുറച്ചും കൂടി വ്യക്തത വരേണ്ടതാണ്. നിലവിലുള്ള അളവിനേക്കാൾ കുറച്ചും കൂടി ചെറുതാണ് അതിലുള്ളത്. അപ്പോൾ അതേപോലെ വാഹനങ്ങൾ 15 വർഷത്തുള്ള വാഹനങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞാൽ അതും വളരെ ശരിയായ രീതിയായിട്ട് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശരിക്കും ഈ ഉദ്യോഗസ്ഥന്മാരും ചിലപ്പോൾ മന്ത്രിയും ഉദ്ദേശിച്ചത് MATയും ട്രക്കറും അംബാസഡറൊക്കെ മാറ്റാനായിരിക്കാം. പൊതുവെ MAT ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരും ശരിക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. MAT അപ്പോൾ MAT പോലുള്ള വാഹനങ്ങൾ മാറ്റുന്നതിന് 15 വർഷം ഉള്ള വാഹനങ്ങൾ മാറ്റം എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കൂ, 2012-13 മാരുതി 800-നെക്കാട്ടും ഫെസിലിറ്റീസ് 2002-3 ഇറങ്ങിയ സാൻഡ്രോയുടെ ഫുൾ ഓപ്ഷൻ വെഹിക്കിളുണ്ട്. 2009 സ്പാർക്ക്, ഷെവർലെ സ്പാർക്കിലുണ്ട്. അപ്പോൾ പവർ സ്റ്റിയറിംഗ്, പവർ ബ്രേക്കുള്ള വണ്ടിയാണത്. അപ്പോൾ ഈ പുതിയ നിയമം വരികയാണെങ്കിൽ 2009 മോഡൽ വാഹനം പവർ സ്റ്റിയറിംഗ് ഉള്ള പവർ ബ്രേക്കുള്ള ഒരു വാഹനം ഉപയോഗിക്കാനും പറ്റില്ല. എന്നാൽ 2013 മോഡൽ മാരുതി 800 പിന്നെയും ഉപയോഗിക്കാം. അപ്പോൾ അതല്ല വേണ്ടത്. 15 വർഷം എന്നുള്ളത് എടുത്തു കളഞ്ഞ് നമ്മൾ കയ്യിൽ ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കേണ്ട എന്നും, അതേപോലെ ഒരു മാനദണ്ഡങ്ങൾ, അതായത് പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനങ്ങൾ, അതുപോലെ പവർ ബ്രേക്കുള്ള വാഹനങ്ങളാണ് വേണ്ടത്. ക്ലസ്റ്ററിൽ പുതിയ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിലവിലുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങളാണ് വേണ്ടത് എന്നുള്ളൊരു മാനദണ്ഡങ്ങൾ വരുത്തുക. അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്ന വാഹനങ്ങളുടെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും, അതേപോലെ ക്യാമറ, ഈ സർക്കുലർ ഇറങ്ങിയ ക്യാമറയുടെ കാര്യങ്ങൾ, ക്യാമറ വയ്ക്കുന്നത് ഈ സർക്കുലർ സംബന്ധിച്ചോളം പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ 10% ഉദ്യോഗസ്ഥന്മാർ വളരെ മോശമായ രീതിയാണ് ഗ്രൗണ്ടിലായാലും ശരി ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്തെല്ലാം പെരുമാറുന്നത്.
ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ നിലവിലുണ്ടാവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ മോശമായിട്ട് തന്നെ പെരുമാറും, 10%. എല്ലാവരും അല്ല, കുറച്ച് പ്രായമുള്ള ആൾക്കാരല്ല. അപ്പോൾ അതിന് ക്യാമറ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ എന്തിനാ സാർ, എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, ഈ 86 ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലുള്ള എല്ലാ സ്കൂളുകാരും ക്യാമറ വെക്കേണ്ട ആവശ്യമുണ്ടോ? ആ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ക്യാമറ വെക്കുന്ന കാര്യങ്ങൾ അതാത് വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ക്യാമറയ്ക്കുള്ള സ്റ്റാൻഡ് വെക്കുകയോ, അല്ലെങ്കിൽ പുതിയ മൊബൈൽ ഉണ്ടല്ലോ, നല്ല GB കൂടിയ മൊബൈലുകളുണ്ടല്ലോ, റാമെല്ലാം കൂടിയ മൊബൈലുണ്ടല്ലോ, വെച്ചിട്ട് ഒരു 1-2 ക്യാമറ ആ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് പോരെ. അത് ഉദ്യോഗസ്ഥന്മാർ സൂക്ഷിച്ചാൽ പോരെ. സ്കൂളുകാരുടെ എല്ലാം വണ്ടികളിൽ എന്തിനാണ് ക്യാമറ വെക്കേണ്ട? സ്കൂളെല്ലാം ക്യാമറയ്ക്കുള്ള സ്റ്റാൻഡ് വെക്കുന്നു, നിങ്ങൾ കൊണ്ടുവന്ന് ക്യാമറ വെച്ചിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ റെക്കോർഡിങ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റും. സാർ, അതേപോലെ ഇപ്പോൾ ഏറ്റവും അധികം പ്രശ്നത്തിൽ നിൽക്കുന്ന നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റാണ് സാർ. അപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാർ പറഞ്ഞത് 3 മാസത്തേക്ക് ബാക്കി എല്ലാം പഴയ രീതിയിൽ മതി എന്നാണ്. അപ്പോൾ ഈ പഴയ രീതിയിൽ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഗ്രൗണ്ട് തന്നെ യൂസ് ചെയ്യാം, വാഹനങ്ങളെല്ലാം നേരത്തെ പോലെ തന്നെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ് മാത്രം എന്തിനാണ് സാർ കുറയ്ക്കുന്നത്? കാരണം ഒരുപാട് 2 വീലറിൻ്റെ അഡ്മിഷൻ കിടക്കുന്നുണ്ട്, 2 വീലർ മാത്രമുള്ളവർ. ഈ ഡേറ്റ് ഓപ്പൺ ആകുമ്പോൾ 2ഉം 4ഉം കൂടെ ഒന്നിച്ചാണ് ഓപ്പൺ ആവുന്നത്. 120 ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ ഭാഗത്ത് ഇപ്പോൾ സാർ 25 ഫ്രഷും 10 ഫെയിൽഡും 5 VIP കോട്ട, അതായത് അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്നുള്ള കോട്ട. അതുകൊണ്ട് VIP-കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കാരണം RTO കണ്ട അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നിൽക്കോളും. സാധാരണക്കാരാണല്ലോ എപ്പോഴും ബുദ്ധിമുട്ടേണ്ടത്. അപ്പോൾ ഈ 25 കോട്ട ഓപ്പൺ ആവുന്നത് സെക്കൻഡ് 1 അംശമാകുമ്പോഴേക്ക് കട്ടായി പോവുക. ഇനി ഇവർക്ക് ഡേറ്റ് എടുത്ത് ഗ്രൗണ്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ 25 ചിലപ്പോൾ 5 പേര് മാത്രമേ 4 വീലർ ഉണ്ടാവുള്ളൂ, ബാക്കി 20 പേരും 2 വീലർ ആയിരിക്കും. നമ്മുടെ അടുത്ത് 2 വീലർ ലൈസൻസിനുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത്. മറ്റു രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ 2 വീലർ ഉണ്ടാവുകയില്ല, ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു 2 വീലർ ലൈസൻസ് പോകുള്ളൂ. അതുപോലെയല്ല സാർ, നമ്മുടെ രാജ്യത്ത് 2 വീലറാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ആയതിനാൽ നിലവിൽ ഒരുപാട് അഡ്മിഷൻ പെൻഡിങ് ഉള്ളത് ഈ 3 മാസത്തേക്കെങ്കിലും നിങ്ങൾ 120 അല്ലെങ്കിൽ അഡീഷണൽ ബാച്ചോ വെച്ചിട്ട്, അല്ലെങ്കിൽ അതുപോലെ ബുധനാഴ്ചയും ശനിയാഴ്ചയും അഡീഷണൽ ബാച്ചും വെച്ചിട്ട് ഈ 18 വയസ്സുള്ള കുട്ടികൾക്ക് നിലവിലുള്ള ടെസ്റ്റ് Hൻ്റെയും റോഡും മറ്റെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ആ ടെസ്റ്റ് ഷീറ്റിൽ എഴുതിയ 20 കാര്യങ്ങളും വളരെ വ്യക്തമായി നോക്കി വളരെ നല്ല രീതിയിൽ ടെസ്റ്റിൻ്റെ എണ്ണം പഴയ പോലെ ആക്കിയിട്ട് ചെയ്തുകൂടെ? അതിനുശേഷം 3 മാസത്തിന് ശേഷം വരുന്ന സമയത്ത് സാറ് ഡേറ്റ് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, തനിയെ ഡേറ്റ് കുറഞ്ഞോളും. പുതിയ പാരലൽ പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം പഠിച്ച് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലാസ്സുകൾ എടുക്കണം, കുറച്ചും കൂടെ ക്ലാസ് എടുത്താലേ വരുള്ളൂ. അപ്പോൾ ആളുകളൊന്നും വേണം വെച്ച് പെട്ടെന്ന് ഡേറ്റ് എടുക്കാൻ വരത്തില്ല. അപ്പോഴും ചിലപ്പോൾ 2 വീലർ മാത്രം മതി എന്ന് പറഞ്ഞ ആൾക്കാർ എടുക്കുള്ളൂ. സാറ് 120 ഡേറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാലും ഈ വെക്കേഷൻ കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ ആവുന്ന സമയത്ത് ആ ഡേറ്റുകൾ സാധാരണഗതിയിൽ തന്നെ നവംബർ ഡിസംബർ ആവുന്ന സമയത്ത് ഡേറ്റ് എടുക്കാൻ ആരും ഉണ്ടാവാറില്ല സാർ. ഡേറ്റ് എടുക്കാൻ ആരും ഉണ്ടാവാറില്ല. ഡേറ്റ് നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ 30-40 പേര് എപ്പോഴും ആബ്സെൻ്റ് ആണ് വരുന്നത്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ടെസ്റ്റുമില്ലാതെ അന്യസംസ്ഥാനങ്ങളിൽ കിട്ടുമ്പോൾ കഴിഞ്ഞ വർഷം മുതൽ തന്നെ പല കുട്ടികളും പല സംസ്ഥാനങ്ങളിലും പഠിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ അവർ അവിടെ നിന്ന് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഈ പരിഷ്കാരം നല്ലതിനാണ്, പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഇത്ര സ്ട്രിക്റ്റ് ആക്കിയ സമയത്ത് ഇനി നിലവിലുള്ളതും കൂടെ ഇല്ലാതായി പോവുക ചെയ്യുക. ആയതിനാൽ 3 മാസത്തേക്ക് എങ്കിലും നിങ്ങൾ 120 അല്ലെങ്കിൽ അഡീഷണൽ ബാച്ച് വെച്ച് 180 ടെസ്റ്റ് നടത്തി പെൻഡിങ് കാര്യങ്ങൾ നിലവിലുള്ള ടെസ്റ്റിനെ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി തരണമെന്നും 3 മാസത്തിന് ശേഷം വരുമ്പോൾ ഓട്ടോമാറ്റിക് പുതിയ ഗ്രൗണ്ടിൻ്റെ അതായത് പാരലൽ പാർക്കിംഗ്, സിഗ്സാഗ് ഇതെല്ലാം വരുന്ന സമയത്ത് ജനങ്ങൾ കുറച്ചുകൂടി ക്ലാസ് എടുത്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് എടുത്ത് പിടിച്ച പോലെ പെട്ടെന്ന് ഡേറ്റ് എടുക്കില്ല. അത് നമുക്ക് പ്രാക്ടിക്കലൂടെ തന്നെ മനസ്സിലാവും സർ. അതുപോലെ ഈ സമരത്തിനിടയിൽ MIT കൊണ്ട് ഓരോ സമരമുറകളും അതുപോലെ പല തരത്തിലുള്ള സമരമുറകളുണ്ടാവും. അതെല്ലാം സാർക്ക് ദേഷ്യം തോന്നിയിരിക്കാം. അല്ലെങ്കിൽ 3 മാസമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് എല്ലാം സെറ്റാക്കാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ അതെല്ലാം നടക്കാത്തത് കൊണ്ട് ഉള്ള
ഉദ്യോഗസ്ഥരെല്ലാം അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടില്ല എന്നുള്ള ദേഷ്യങ്ങളോ എന്തോ പുതിയ ഒരു സർക്കുലർ സാർ ചെയ്ത ഒരു കാര്യം, ഡ്രൈവിംഗ് ടെസ്റ്റിന് റോഡ് ഓടിക്കുമ്പോൾ അഡീഷണൽ ടച്ചും ബ്രേക്കും ഇല്ലാത്ത വാഹനത്തിൽ ഓടിപ്പിക്കണം. സാർ, ഇവിടെ ഉള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കുടുംബത്തെക്കുറിച്ച് സാർ ചിന്തിച്ചിട്ടുണ്ടോ? സാർ ആ ഓർഡർ ഇറക്കിയ ശേഷം സാറോ അല്ലെങ്കിൽ സാറിൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും ഒരാൾ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഓർഡറിനെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിച്ചു നോക്കും സാർ. സാർ, അവരെന്ത് ധൈര്യത്തിലാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനെ വിടുക? സ്വന്തം ഭർത്താവിന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ എന്ത് ധൈര്യത്തിൽ സാർ വിടും? അതായത് ഒരു കുട്ടി പഠിച്ച് അവരുടെ ടെസ്റ്റിൻ്റെ തെളിയിക്കേണ്ട സമയമാണത്. ആ തെളിയിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള സംവിധാനം എടുത്തു കളഞ്ഞിട്ട് ഉള്ള ഒരു ഭേദഗതി ചെയ്തിട്ട് ഒരു സർക്കുലർ ഇറക്കിയത്. സാർക്ക് ചിലപ്പോൾ സാറുടെ എന്തെങ്കിലും ദേഷ്യം തീർക്കാനായിരിക്കും. പക്ഷെ അത്തരത്തിലൊക്കെ ഉള്ള സർക്കുലറിൽ വരുന്ന കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് ഈടാക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പിൻവലിച്ച് എല്ലാവർക്കും ഉപകാരപ്രദமான വിധത്തിലുള്ള, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിലുള്ള ഒരു പുതിയ ഓർഡർ ഇറക്കണമെന്നാണ് സാറോട് വിനീതമായി അപേക്ഷിക്കുന്നത്.